ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഫ്രാങ്ക്ലിൻ്റെ എപ്പിസോഡ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇന്ത്യൻ കാർ നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഹീന്ദ്രയുടെ BE6 ആണ്. അതൊരു ഇലക്ട്രിക് വെഹിക്കിളാണ്. പക്ഷേ നമുക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇത് മൾട്ടിപ്പിൾ ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ബെന്നീനെ നമ്മൾ മിക്കവാറും നമ്മുടെ ചാനലിലോട്ട് നമ്മളെ ഗറാജിലോട്ട് തിരിച്ചെടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. നമുക്ക് അപ്പോൾ ഒട്ടും വൈകാണ്ട് നേരെ വീഡിയോയിലോട്ട് അങ്ങോട്ട് കടന്നേക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇവിടെ തന്നെ രാവിലെ തന്നെ കുറച്ച് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി അടിക്കുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കൾ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിൻ ചാനൽ നമുക്ക് വേറെ ഒരെണ്ണമുണ്ട്, അവിടെയും വീഡിയോസ് വരുന്നതായിരിക്കും. പക്ഷേ മെയിൻ സ്റ്റോറി വീഡിയോസൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നത് ഈ ചാനലായിരിക്കും ഗൈസ്. അപ്പോൾ ഈ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് താഴെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും കയറി ചെക്കൗട്ട് ചെയ്യാത്തവർ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്കാം. നമുക്ക് നേരെ താഴോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ റൂഫ് ടോപ്പാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഇവിടെ ഹെലികോപ്റ്ററൊക്കെ വന്ന് ലാൻഡ് ചെയ്യാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കല്ല, നമ്മുടെ സ്ഥലമല്ല ആക്ച്വലി, ഇത് വേറൊരാളുടെ സ്ഥലമാണ്. പക്ഷേ ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് വീടെടുക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ പോയി ഡ്രസ്സ് മാറണം. അപ്പോൾ താഴെ നമുക്ക് ഒരു ബെഡ്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ പോയി നമുക്ക് ഡ്രസ്സൊക്കെ മാറിയേക്കാം. പിന്നെ ഈ വീട്ടിൽ നിന്ന് നമ്മളെപ്പോഴും ഇനി പുറത്താക്കണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അധികം കാലം നമ്മൾ ഈ വീട്ടിൽ ഉണ്ടാവില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എവിടെയാണ് ബെഡ്റൂം, എവിടെയാണെന്ന് പോലും മറന്നുപോയി നമ്മൾ ഫ്രാങ്ക്ലിൻ. ഓക്കെ, എൻ്റെ തീമേ, ഇത് നമ്മുടെ പൈസയൊന്നുമല്ല, ഇത് വേറെ ആൾക്കാരുടെ പൈസയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോയേക്കാം. അപ്പുറത്താണ് ബെഡ്റൂം ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നേരെ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് ഇറങ്ങണം. ബിക്കോസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റണം നമ്മുടെ പുതിയ ബോസ് വരുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ ഇന്നായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഒട്ടും വൈകുന്ന നേരെ നമ്മുടെ ഗറാജിലോട്ട് പോകാം. ഗറാജ് ഇവിടുന്ന് താഴത്തോട്ട് ഇറങ്ങിയിട്ട്, ഇത് ആക്ച്വലി ഒരു വലിയ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇതുവരെ നിന്നതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, പെൻറ്റ് ഹൗസ് രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗറാജിൽ പോകാം. ഗറാജിൽ വേറൊരു പഴയ വണ്ടിയും കൂടി നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരെ ഗറാജിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് നമ്മുടെ ഗറാജിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ബേസ്മെൻറ്റ് ഗറാജ്. ഇവിടെ ആക്ച്വലി നമുക്കിപ്പോൾ 3 വണ്ടി കിടക്കുന്നുണ്ട്. ഈ ബൈക്കും ഈ 2 വണ്ടികളും മാത്രമേ ഉള്ളൂ ആക്ച്വലി. നമ്മുടെ പഴയ പോളോ ഉണ്ട് ഗൈസ്. നമുക്ക് പണ്ടൊക്കെ നമ്മൾ കുറേ ഉപയോഗിച്ചിരുന്ന പോളോ ആണ്, നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിമാലയൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ GTR ഉണ്ട്. പിന്നെ ആ കിടക്കുന്ന വണ്ടിയാണ് ഗൈസ് നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്ന പുതിയ ഇന്ത്യൻ കാർ. ഇത് നമ്മുടെ മഹീന്ദ്ര BE6 എന്ന് പറഞ്ഞ മോഡലാണ്. ഫുള്ളി ഇലക്ട്രിക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് ഒരുപാട് ഡിമാൻഡ് വരാൻ പോകുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളായിരിക്കും നമ്മുടെ പുതിയ ഷോറൂമിൽ ആദ്യമായിട്ട് ഇറക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഇറക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു മെക്കാനിക്കും കാര്യങ്ങളൊക്കെ വേണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടി വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ ലെസ്റ്റർ പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം, പുറത്തുനിന്ന് ഇറങ്ങി നോക്കിയേക്കാം. ഓക്കെ, വണ്ടി നൈസായിട്ട് പുറത്തോട്ട് ഇറക്കാം. ഇത് ആക്ച്വലി നല്ല പവർഫുള്ളാണ് കേട്ടോ ഗൈസ്. കൊടുത്തു കഴിഞ്ഞാൽ പറന്നു പോവും. പക്ഷേ നമുക്കിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണെന്ന് ഓണ്ടിട്ടോ മറ്റേ ഒരു മെക്കാനിക്ക് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി. ബിക്കോസ് വണ്ടി നമ്മുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് അപ്പോൾ എന്നോട് ജസ്റ്റ് സംസാരിച്ച് നോക്കാം. ലെസ്റ്റർ പറഞ്ഞിട്ട് വന്നതാണോ നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചു. ഹലോ സാർ, അപ്പോൾ ലെസ്റ്റർ പറഞ്ഞിട്ട് വന്നതാണോ വണ്ടി പിക്ക് ചെയ്യാൻ? അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഈ പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ലെസ്റ്റർ പറഞ്ഞിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ വണ്ടി കയറ്റിക്കോളാൻ പറഞ്ഞ് നേരെ ലൊക്കേഷനിലോട്ട് പോകുന്നതാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി താഴോട്ട് ആക്കിയേക്കാം. ബിക്കോസ് കുറച്ച് ടൈം എടുക്കും. നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ വണ്ടിക്ക് തന്നെയാണിത്. ജസ്റ്റ് ഒന്ന് അൺലോഡ് ചെയ്യണം ഈ സാധനം. ബിക്കോസ് എന്നാലും നമുക്കിത് കയറ്റാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് കയറ്റിയിട്ട് നമുക്ക് വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് വണ്ടി കയറ്റാൻ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഞാൻ ഫ്ലിപ്പിലേക്ക് പോയി വണ്ടി വെച്ചാൽ മതി. വണ്ടി താനേ ഇങ്ങോട്ട് കയറി പോയിക്കോളും. സുഖമുള്ളൊരു പരിപാടിയാണ്, വലിയ പാടില്ല. കണ്ട എക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സാമാൻ സെറ്റാണ്. ഓക്കെ, ഇനി വണ്ടി അങ്ങോട്ട് കയറി പോയിക്കോളും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ലെസ്റ്ററിനെ പിക്ക് ചെയ്തിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളൊരു സീക്രട്ട് ലൊക്കേഷനിൽ ഒരു ബങ്കർ ഉണ്ട് നമുക്ക് ലെസ്റ്ററിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ബിക്കോസ് ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി പോകും ഗൈസ്. ബിക്കോസ് ഈ സിറ്റിയിൽ ആ കൂടി ഇപ്പോൾ ഒരെണ്ണമുള്ളൂ. ഓക്കെ, വണ്ടി ബ്രേക്ക് ഇട്ട് കിടക്കുകയാണ്. വണ്ടിയിൽ പുകയൊക്കെ വേണ്ടല്ലോ, കത്തി പോകായിരുന്നു മതിയായിരുന്നു ഗൈസ്. വണ്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. വണ്ടി അവിടെ കിടന്നോട്ടെ. നമുക്കിത് തിരിച്ചങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് പുള്ളീനെ പറഞ്ഞു വിട്ടേക്കാം. ആ പുള്ളി വണ്ടിയും കൊണ്ട് ആ സ്ഥലത്തോട്ട് പോയിക്കോളും. നമുക്ക് നമ്മുടെ ഏതെങ്കിലും വണ്ടിയും കൊണ്ട് ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നേരെ ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞേക്കാം. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹലോ സാർ, അപ്പോൾ വണ്ടി കൊണ്ട് പോയിക്കോ, നേരെ ലൊക്കേഷനിലോട്ട് വിട്ടു. അപ്പോൾ ഗൈസ്, പുള്ളി പോയിക്കോളാന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. നമുക്ക് നേരെ പോയി ഇത് ലെസ്റ്റർ ലൊക്കേഷൻ പുള്ളി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്നാണ്. ഇനിയിപ്പോൾ ഇതാരും അറ്റാക്ക് ചെയ്യരുത്. ബിക്കോസ് നമ്മളിവിടുന്ന് മാറ്റണത്. ഓക്കെ, ഇതപ്പോൾ അങ്ങനെ ആ വണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നേരെ ലെസ്റ്ററിൻ്റെ അങ്ങോട്ട് പോവാം. ലെസ്റ്ററിൻ്റെ അങ്ങോട്ട് പോയിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഗൈസ്.
അപ്പോൾ GTR എടുക്കണോ പോളോ എടുക്കണോ എന്നല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ GTR മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പോളോ എടുക്കാം. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു നമ്മുടെ സൂപ്പറൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഗൈസ്. അപ്പോൾ അതെന്തായാലും നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ ഏത് ഇന്ത്യൻ കാർ വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കത് സെറ്റപ്പ് ചെയ്യാം. ഏതെങ്കിലും പുതിയ ഇന്ത്യൻ കാർ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഏറ്റവും മാക്സിമം കമൻറ്റ്സ് വരുന്നത് നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാം ഗൈസ്. അപ്പോൾ ഒത്തിരി നാളെ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഓ, നല്ല വെട്ടമുള്ള ദിവസമുണ്ട് ഗൈസ്. ഇന്ന് രാവിലെ എന്തോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട, നേരെ ലെസ്റ്ററിൻ്റെ ഓഫീസിൻ്റെ ലൊക്കേഷനിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ലെസ്റ്ററിൻ്റെ പഴയ ഓഫീസിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്ന് നമ്മൾ ലെസ്റ്ററിനെയും കൂട്ടി നമ്മൾ പഴയ സ്ഥലത്തോട്ട് പോകും ഗൈസ്. നമ്മൾ ഒത്തിരി നാളായി അവിടെയൊക്കെ പോയിട്ട്. അതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്കവിടെ പോയി നോക്കണം, ബിക്കോസ് അവിടെ നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു ബേസ് വേണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ലെസ്റ്ററിൻ്റെ പഴയ ഓഫീസ് ഗൈസ്. അപ്പോൾ ഇത് ലെസ്റ്റർ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും വണ്ടി നൈസായിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഓക്കെ ഗൈസ്. അപ്പോൾ ലെസ്റ്റർ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ലെഫ്റ്റിൽ എവിടെയെങ്കിലും പോയി വണ്ടി നൈസായിട്ട് ഒതുക്കിയിട്ടേക്കാം. ഓക്കെ ഗൈസ്, വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ ലെസ്റ്ററിൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി വരും എന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഇനി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഓരോ ആൾക്കാർ നമുക്ക് മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലെസ്റ്ററിനെയും കൊണ്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, അത് ലെസ്റ്റർ. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോയാലോ ഗൈസ്. അപ്പോൾ ലെസ്റ്റർ സെറ്റാണ്. നമുക്ക് എന്തായാലും ഈ ഡിഫൻഡർ എടുത്ത് പോകാം ഗൈസ്. അപ്പോൾ ഇത് ലെസ്റ്ററിൻ്റെ പേഴ്സണൽ കാറാണ് ഗൈസ്. ലെസ്റ്ററിന് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. ഇത് മാത്രമല്ല, ഒത്തിരി വണ്ടികളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കയ്യിലൊക്കെ ചോരിട്ടത് എനിക്ക് വേണം. അവിടെ വെച്ച് ആ വണ്ടി ഇടിച്ചപ്പോൾ പറ്റിയതാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഈ വണ്ടിയായിട്ട് നേരെ അങ്ങോട്ട് പോയേക്കാം. ഇന്ന് കുറച്ചധികം ദൂരമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട, നേരെ നമ്മുടെ പഴയ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മൾ ലെസ്റ്ററിൻ്റെ HQൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒത്തിരി നാൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ അവസ്ഥ നമുക്കിപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ മൈക്കിളും നമ്മുടെ വേറൊരു പുതിയ ബോസും കൂടി അവിടെ വന്നിട്ടുണ്ടെന്നാണ് മൈക്കിൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ലെസ്റ്ററിന്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ബിക്കോസ് ലെസ്റ്ററിൻ്റെ 2-3 വണ്ടികളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ലെസ്റ്ററിൻ്റെ സ്ഥലം തന്നെയാണ്, വേറെ ആർക്കും അങ്ങനെ പോയിട്ടൊന്നുമില്ല. പക്ഷേ ഒത്തിരി നാളെ നമ്മളങ്ങോട്ട് പോയിട്ടിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇപ്പോൾ മനസ്സിലാവും നമ്മുടെ HQ എവിടെയാണെന്ന്. നമ്മുടെ HQ ഇവിടെ ആക്ച്വലി ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ആണ് ഗൈസ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ വണ്ടികളും നമ്മുടെ ഓപ്പറേഷൻസൊക്കെ നോക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഗറാജ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ HQ ആണ്. ലെസ്റ്റർ ഇവിടെയാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. ഇനിയും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് തന്നെ താമസം മാറും, അത് വേറെ സത്യം. നമുക്ക് താഴോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗാർഡ്സ് ഉണ്ട്, ഇവിടെ മിലിറ്ററി പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ മാറ്റി മെഡ്രാസുവിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഗൈസ്. പുള്ളി ഇപ്പോൾ നാട് വിട്ട് പോയതുകൊണ്ട് സാധാരണ ഇവിടെ കുറച്ച് ജീവാഗണമൊക്കെ കിടക്കാറുണ്ടായിരുന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരുമില്ല ഗൈസ്. നമ്മുടെ ഇവിടെ ആയിരുന്നു നമ്മുടെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ പറയും, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആൾക്കാർക്കാണ്. ഇവിടെ ആയാലും നമ്മുടെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഇതൊക്കെ ലെസ്റ്ററിൻ്റെ വർക്ക് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ. പക്ഷേ ഡെവിൻ വെസ്റ്റണും മൈക്കിളും വന്നിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. മിക്കവാറും അവിടെ അപ്പുറത്തായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അവർ അവിടെ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് പോയി ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ ഗൈസ്, ഡിഫൻഡർ ഇവിടെ കിടന്നോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എങ്ങനെ ഡീൽ ചെയ്യുമെന്നൊക്കെ. ഹലോ സാർ, അപ്പോൾ എന്താണ് കാര്യങ്ങൾ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെന്നീനെ തിരിച്ച് നമ്മുടെ ഗ്രൂപ്പിലോട്ട് എടുക്കാനുള്ളൊരു പരിപാടിയാണ് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, ബെന്നി സപ്പോർട്ട് ചെയ്തിരുന്നത് റഷ്യൻ മാഫിയ നമ്മൾ ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവരിപ്പോൾ ഇവിടെ ഇല്ല, നമ്മുടെ സിറ്റിയിൽ ഇനിയിപ്പോൾ അവരില്ല. നമ്മൾ എല്ലാവരും കൊന്നു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ മെഡ്രാസിന് വേണ്ടി നമ്മൾ റിവഞ്ച് എടുക്കുകയും ചെയ്തു ഗൈസ്. അപ്പോൾ പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു അടിപൊളി മെക്കാനിക്കല്ല. ഗ്യാരി ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളി അത്ര നല്ലൊരു മെക്കാനിക് അല്ലായിരുന്നു. ബെന്നി തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ് മെക്കാനിക്. ബിക്കോസ് ഇത്ര നാൾ ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ മെക്കാനിക്ക് ബെന്നി തന്നെയായിരുന്നു. ബെന്നി ഇപ്പോൾ നമ്മുടെ അവിടെ ആ ഒരു റൂമിൽ കിടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ബെന്നീനെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ബിക്കോസ് ബെന്നീനെ നമ്മൾ വീണ്ടെടുക്കാൻ പോകുന്നത്, പക്ഷേ ബെന്നിക്ക് ഒരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായി കിടക്കുവാണ്. ബിക്കോസ് നല്ല ഇടിയും കൊണ്ട് നല്ല പ്രഷറും കിട്ടി. പക്ഷേ പുള്ളിയുടെ തെറ്റുകൊണ്ട് തന്നെയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ കിടക്കുവാണ് ഗൈസ് ബെന്നി. അപ്പോൾ ബെന്നിയെ നമുക്കൊന്ന് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ബെന്നി ഉള്ളത് ഗൈസ്. ബെന്നി അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ബെന്നിയുടെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ബെന്നിക്ക് ആക്ച്വലി ഒട്ടും വൈകി കണ്ട ചുമയൊക്കെയാണ്, ഫുൾ പ്രശ്നങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. ഇനി എങ്ങനെയായിരിക്കും, മര്യാദക്കല്ലേ നമ്മൾ ഇപ്പോൾ തന്നെ വിളിട്ട് കൊല്ലും, അത് വേറെ കാര്യം ഗൈസ്. ബെന്നി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെന്നി എന്തിനും റെഡിയാണ്. ചെയ്ത കാര്യങ്ങളിലൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് സോറിയൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ റൂമിൽ എത്ര വർഷമായി എന്ന് അറിയാം പുള്ളിക്ക്. 1 വർഷത്തിൻ്റെ മുകളിലായി ഈ റൂമിൽ മാത്രം ജീവിക്കുന്നത്. പുള്ളിക്ക് പുറം ലോകം പോലും നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷേ ബെന്നിക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങളെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വണ്ടി ഉണ്ടായിരുന്നു, നമ്മുടെ ടൊയോട്ട സുപ്ര. അതാണ് ഗൈസ് ഈ കിടക്കുന്നത്. അത് ഫുള്ള് നശിച്ചു പോയായിരുന്നു. നമ്മുടെ പുറത്തായിരുന്നു, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന്. നമ്മുടെ വീട് അവർ തീയിട്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇത് ഇങ്ങോട്ട് പോയായിരുന്നു ഗൈസ്.
പിന്നെ തിരിച്ച് നമ്മളിവിടെ കൊണ്ട് ഇട്ടേക്കുവാണ്. ഇത് ഞാൻ റീബിൽഡ് ചെയ്തെടുക്കണം. പക്ഷേ ഇത് റീബിൽഡ് ചെയ്യാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അതാണ് വേറൊരു സപ്പോർട്ട്. നമ്മുടെ പഴയ സൂപ്പറാണ് ഗൈസ്. കണ്ട നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ടോ, മലയാളിന്ന് ഇതേക്കുന്ന നമ്പർ പ്ലേറ്റും വരെ ഈ വണ്ടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. പക്ഷേ അതിന് നമുക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇവരൊരു ഡീൽ തന്നിട്ടുണ്ട്. ഇവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, മെയിൻ ഫ്രണ്ട് ലിയോ എന്നാണ് നിങ്ങളുടെ പേരെന്ന് പറഞ്ഞത്. ഈ ഡെവിൻ വെസ്റ്റിൻ്റെ ഫ്രണ്ടാണ്. പുള്ളി ഒരു സ്ഥലത്ത് പെട്ട് കിടക്കുവാണ്. പുള്ളീനെ ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഗൈസ്. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പോയി ട്രെവറിനെ പിക്ക് ചെയ്യണം. ട്രെവറിൻ്റെ ലൊക്കേഷൻ അറിയാമെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് ഇപ്പോൾ ഈ വണ്ടികളൊന്നും എടുക്കണ്ട ഗൈസ്. അപ്പോൾ ഇതൊക്കെ എല്ലാം പേഴ്സണൽ വണ്ടികളാണ്. ഇതൊക്കെ നമ്മുടെ മൈക്കിളിൻ്റെ മെഴ്സിഡീസാണ്. കാണാൻ ഒരു രക്ഷയിലോട്ടെ ഗൈസ്. ഈ ഇൻറ്റീരിയറൊക്കെ ഫുള്ള് ലെതർ കോട്ടിംഗ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് വണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. നല്ല എക്സോസ്റ്റൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ജസ്റ്റ് ഇൻറ്റീരിയർ നോക്കുക ഗൈസ്. എന്ത് സെറ്റപ്പാണ് ഇൻറ്റീരിയർ. ഓക്കെ ഗൈസ്, അപ്പോൾ നാളെയും മറ്റന്നാളായിട്ട് കുറേ ഇന്ത്യൻ കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സെറ്റപ്പ് ചെയ്യണം. പിന്നെ ബെന്നീനെല്ലാം ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സൂപ്പർ ആദ്യം റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ സൂപ്പറാണ് ഗൈസ്. ഇപ്പോഴും അലോയ്സ് ഒന്നും പറ്റിയിട്ടില്ല, അത്രയും ഫ്രഷാണ് ഗൈസ്. നമുക്ക് അവിടെ 2 വണ്ടി കിടക്കുന്നുണ്ട്. ആ ഓടി എടുത്തുകൊണ്ട് പോയേക്കാം. ബിക്കോസ് ഓടി ഒക്കെ ട്രാക്കർ ഇല്ലാത്ത വണ്ടിയാണ്. അത് എവിടെ പോയാലും നമുക്ക് ഇവിടെ നിന്ന് മാത്രം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സിസ്റ്റമാണ് ഈ 2 വണ്ടിയിൽ. ഇതൊക്കെ ലെസ്റ്ററിൻ്റെ ആണ്. കിടിലം വണ്ടി കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നമുക്ക് ഓടി കയറാം. ഓടി കയറിയിട്ട് നമുക്ക് ട്രെവറിനെ പിക്ക് ചെയ്യാം. ഇത് ഫുള്ളി സൂപ്പർ ചാർജറാണ് കേട്ടോ വണ്ടി ഗൈസ്. നല്ല പവറായിരിക്കും. നമുക്ക് പുറത്തോട്ട് എടുക്കാം. നമുക്ക് പതുക്കെ പോവാം. നല്ല പവറുണ്ട് വണ്ടി ഗൈസ്. പക്ഷേ അധികം സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കയറിയിട്ട് അങ്ങോട്ട് പോവാം. നമുക്ക് ആദ്യം ട്രെവറിനെ പോയി പിക്ക് ചെയ്യണം. ട്രെവറിന് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് അറിയാം. എന്നിട്ട് പോയാൽ ലിയോ എന്ന് പറഞ്ഞാൽ അവനെ രക്ഷിപ്പിക്കണം ഗൈസ്. എന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് പുറത്തോട്ട്. ഇത് നല്ല പവർഫുൾ ആണ് കേട്ടോ വണ്ടി. ഒന്ന് കൊടുത്ത് ഓടിച്ചു നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്പീഡ് കയറണം കേട്ടോ നൈസായിട്ട്. 200 അടിച്ച് നമ്മൾ ഒരു നിമിഷം ശ്രദ്ധ. ബെസ്റ്റ്. ഇവന്മാരോട് ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടാ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ആരുള്ളത്. ഓക്കെ, അവനടിച്ചു. ഓക്കെ, അതടിച്ചു. ഇവനൊക്കെ ഇവന്മാരെല്ലാം ഒന്നും ചെയ്തില്ല ഇവന്മാർ. അതങ്ങോട്ട് തീർത്തേക്കാം. പിന്നെ വേറെ ആരാ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 2 ആൾക്കാർ വല്ല പരിപാടിക്ക് പോകുമ്പോൾ ഇവന്മാർ കയറി വരും. ഇവന്മാർ സ്ഥിരം പരിപാടി ഇവിടെ ഉള്ളവന്മാർക്ക്. അപ്പോൾ അത് നമ്മൾ തീർച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ നൈസായിട്ട് ഇവിടുന്ന് വിടാം. അതിപ്പോൾ ട്രെവറിനെ പിക്ക് ചെയ്തിട്ട് വേണം. ഇത് അടിപൊളി വണ്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്തിരി പവർ അങ്ങോട്ട് കൂടിപ്പോയി. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകാതെ നേരെ ട്രെവർ നിൽക്കുന്ന ലൊക്കേഷനിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ട്രെവറിൻ്റെ ലൊക്കേഷൻ്റെ അവിടെ എത്താറായിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ട്രെവറിനെ പിക്ക് ചെയ്തിട്ട് ആ ലിയോ എന്ന് പറഞ്ഞാൽ അവൻ കിടക്കുന്ന സ്ഥലത്തോട്ട് പോവാം ഗൈസ്. അപ്പോൾ അവനെ രക്ഷപ്പെടുത്തേണ്ടി വരും. കുറച്ച് പണി ഉണ്ടാവും. എന്നാലും നമുക്ക് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് സെറ്റ് ചെയ്യാം. ബിക്കോസ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗൈസ്, അപ്പോൾ ട്രെവർ ഇപ്പോൾ ആക്ച്വലി ഉള്ളത് നമ്മുടെ തന്നെ പഴയ വീട്ടിലാണ് ഗൈസ്. അപ്പോൾ ട്രെവറോട് ഒരു വണ്ടി എന്താ പണിതുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ വണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാം. റോട്ടിലിടണ്ട. ബിക്കോസ് ഇവിടെ വണ്ടികൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ട്രെവറിൻ്റെ അടുത്ത് നേരെ പോയി സംസാരിക്കാം. അപ്പോൾ ട്രെവർ അവിടെ ഒരു കിഡിലൻ മസ്റ്റാങ് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ആ വണ്ടിയും കൂടി ഒന്ന് നോക്കാട്ടെ ഗൈസ്. ഹലോ ട്രെവർ, അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ ട്രെവർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പോകാൻ ഒട്ടും വൈകിക്കാനല്ല, നേരെ തന്നെ പോകാമെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത്. ട്രെവർ പുതിയതായിട്ട് പണിതെടുത്തൊരു വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഫുള്ളി ട്രെവർ തന്നെയാണ് ഫുള്ളി ഇതിൻ്റെ മെക്കാനിക് സൈഡൊക്കെ ഫുള്ള് ചെയ്തത് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിച്ചു. അപ്പോൾ ട്രെവർ നമുക്കൊന്ന് നൈസായിട്ടൊന്ന് ഇറങ്ങിയാലോ ഗൈസ്. അപ്പോൾ ട്രെവർ സെറ്റാണ്. നമുക്ക് നേരെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ കിടിലൻ സൗണ്ടാണ് കേട്ടോ ഗൈസ് വണ്ടി. ഇത് ഫുള്ളി കസ്റ്റമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. ഫുള്ളി ലോ വേർഡും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ ചെറിയൊരു വണ്ടിയും കൂടി അല്ല, നല്ല അത്യാവശ്യം പവർഫുള്ളുമാണ് വണ്ടി. നമുക്ക് നേരെ ഒന്ന് ചവിട്ടി ഓടിച്ചാലോ. നേരെ ഓടിച്ചിട്ട് വരാം ഗൈസ്. അന്നേരം നമുക്ക് നോക്കാം. നന്നായിട്ടിങ്ങനെ ഡ്രിഫ്റ്റ് തന്നെയാണ് പോകുന്നത് വണ്ടി. ഓക്കെ ഗൈസ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്.
എൻ്റെ മോൻ എന്തായാലും കൊള്ളാം വണ്ടി. നമുക്കെന്തായാലും തിരിച്ചു പോകാം. നമുക്ക് വേറെ ഒരുപാട് പരിപാടി ചെയ്യാനുണ്ട്. ഈ വണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. വണ്ടി വെറുതെ ഇങ്ങനെ സ്കിഡ് ആവുകയാണ്, ബിക്കോസ് അത്രയും പവർഫുൾ ആണ്. 1000 ഹോഴ്സ് പവർ ആണെന്നാണ് ട്രെവർ പറഞ്ഞത്. എനിക്ക് തോന്നണില്ല അത്രയൊക്കെ ഉണ്ടെന്ന്, പക്ഷെ എന്നാലും നല്ല സ്പീഡൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബ്രേക്ക് ഇത്തിരി ടാസ്ക്കാണ്, പക്ഷെ കുഴപ്പമില്ല, പിടിച്ച് നിർത്താനൊക്കെ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി റിവേഴ്സ് അടിച്ചിട്ടേക്കാം, എങ്ങനെയൊക്കെ ആയിരുന്നിരുന്നത് അങ്ങനെ തന്നെ ഇട്ടേക്കാം. ബിക്കോസ് ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി ഉപയോഗിക്കുക ഗൈസ്, നമുക്ക് നമ്മുടെ ഗരാജിലേക്ക് കൊണ്ടിടാൻ നൈസായിരിക്കും. ഓക്കെ, ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ട്രെവറേ ബാ, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ. അവിടെ ആക്ച്വലി പുള്ളി ഒരു സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്, അവിടെ ഫുള്ള് പോലീസ് വളഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് വരാനാണ് ഡെവിൻ വെസ്റ്റോൺ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നന്ദി അവൻ എന്തായാലും കാണിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഷോറൂം തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ പുള്ളി സെറ്റ് ചെയ്ത് തരുന്നതാണ് പുള്ളി പറഞ്ഞത്. ബിക്കോസ് നമുക്കിനി ഫണ്ട് വേണം ഷോറൂം തുടങ്ങുന്നത്, അപ്പോൾ അതിനുള്ള കാര്യവും പുള്ളി തന്നെ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോവാം, ഒട്ടും വൈകിട്ട് നേരെ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആണ് ആ ലിയോ എന്ന് പറഞ്ഞ പുള്ളി കിടക്കുന്നത്. ബിക്കോസ് പുള്ളീന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പുള്ളീനെ പോലീസ് റൗണ്ട് ചെയ്തേക്കാണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല. ഏതൊരു ബിൽഡിങ്ങിലോട്ടാണ് പുള്ളി ഓടി കയറിയിരിക്കണതെന്നാണ് ലെസ്റ്റർ തന്നെ ഇൻഫർമേഷൻ. പക്ഷേ നമ്മളിത് പുള്ളീനെ സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളി സെറ്റ് ചെയ്ത് തരുന്നതാണ് ഡെവിൻ വെസ്റ്റൺ പറഞ്ഞത്. പുള്ളിയുടെ പഴയ ഒരു വർക്കറായിരുന്നു, പക്ഷേ കയ്യിലിരിപ്പ് കാരണം ഇപ്പോൾ പോലീസ് കയറിക്കൊണ്ടിരിക്കുവാണ്, അതാണ് പ്രശ്നം. ഗൈസ്, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കട്ടെ ഗൈസ്. ഇപ്പോൾ ഇവിടെ ഒന്നും പോലീസിനെ ഒന്നും കാണാനില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എന്തോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പോലീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഇവിടെ പോലീസ് നടക്കുകയും ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് തന്നെ സ്ഥലം. ഇവിടെ ഫുള്ള് ബ്ലോക്ക് ചെയ്തേക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് തന്നെ സ്ഥലം. നമുക്കിപ്പം അങ്ങോട്ട് കയറാൻ പറ്റില്ല. കയറിക്കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ അടിച്ചിടും, ബിക്കോസ് അത്ര അധികം പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതൊരു കാര്യം, നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാം, ബിക്കോസ് കുറച്ച് സമയം എടുക്കും എന്തായാലും. നമുക്കെന്തായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ. ഡ്രൈവറെ ഒന്നും ചെയ്യരുത്. ഡ്രൈവറില്ലേ? ട്രവർ ഉണ്ട്, ഭാഗ്യം. നമുക്ക് എന്തായാലും രാത്രി ആവണവരെ മിക്കവാറും വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഗൈസ്. ബിക്കോസ് ഇപ്പോൾ കയറി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഇഷ്യൂ ആവും, ബിക്കോസ് അവിടെ ഒരുപാട് കോപ്സ് ഇരിക്കുന്നുണ്ട്. മിക്കവാറും അവൻ ഇറങ്ങണ വരെ അവൻ്റെ കയ്യിൽ എന്തോ വലിയ സാധനങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവന്മാർ കയറി അറ്റാക്ക് ചെയ്യാത്തത്. ബിക്കോസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിംഗ് മൊത്തം കത്തിക്കും, അതുകൊണ്ടാണ് ആരും അറ്റാക്ക് ചെയ്യാത്തത്. പക്ഷെ നമ്മളിപ്പോൾ കയറി കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് ജസ്റ്റ് ആ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കിയേക്കാം, എന്തെങ്കിലും ബാക്കിൽ കൂടെ ഒക്കെ എന്തെങ്കിലും എൻട്രൻസ് ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തേക്കാം. ബിക്കോസ് അങ്ങനെ വരാറുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. ബിക്കോസ് അങ്ങനെ എന്തെങ്കിലും കയറാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഇറങ്ങി പോകേണ്ട വരും, ഈ വഴി പോകാൻ പറ്റില്ല. ഓക്കെ, ഈ വണ്ടി ഇത്തിരി പവർ കൂടി ഇപ്പോൾ നല്ല പവറായി വണ്ടിക്ക്. ഓക്കെ, നമുക്കിന്ന് അവിടെ നിന്ന് റൈറ്റ് കൂടി എടുത്തിട്ട് നേരെ പോവുക, അതാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും നമുക്ക് ആ വഴി കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വിശ്വാസം. അപ്പോൾ നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, പക്ഷെ ഇവിടെയും പോലീസ് നിൽക്കുവാണ് കേട്ടോ ഗൈസ്. അവിടെ ഫുള്ള് ഗൈസ്, ബാക്കിൽ കൂടെ ഒന്നും ഒരു എൻട്രൻസ് ഇല്ലാവോ? ഇതെന്ത് ബിൽഡിംഗ് ആണത്, ഒരു എൻട്രൻസ് പോലും ഇല്ലാത്തത്? പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ ലാഡർ ഒന്നും കാണാനില്ല ഗൈസ്. മുകളിലൊരു പോലീസ് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്, നമുക്ക് അടിച്ചിടാനും പറ്റില്ല കേട്ടോ ഗൈസ്. അവിടെ മുകളിലൊരാൾ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു ലാഡർ കാണുന്നുണ്ട് നമുക്ക് ഗൈസ്. അപ്പം നമുക്ക് ആ ലാഡർ ഒന്ന് കയറാൻ പറ്റണം, പക്ഷെ നമുക്ക് ഇപ്പം മിക്കവാറും അവന്മാർ പിടിച്ചടിച്ചേക്കാം. നമുക്ക് എന്തായാലും കുറച്ച് നേരം നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം, രാത്രിയാണോ അവർ, എന്നിട്ട് എന്താ സ്ഥിതി നോക്കിയിട്ട് അതനുസരിച്ച് കയറാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ ഗൈസ്, രാത്രി ആയിട്ടുണ്ട്, നമ്മൾ രാത്രി വരെ ഇവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ഗൈസ്. നമുക്ക് ഇനി എന്തായാലും ഒന്ന് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, ബിക്കോസ് ഇന്ന് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എല്ലാ ഓപ്ഷൻസും കൈവിട്ട് പോകും. പുള്ളീനെ എങ്ങനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല. പുള്ളിയാണ് നമ്മുടെ എല്ലാം കണക്ട് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ഡീൽസൊക്കെ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ എന്തായാലും ഈ വണ്ടി പാർക്ക് ചെയ്തിടാം, ഒന്നും കയറണ്ട, ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ. ഡ്രൈവറെ സൂക്ഷിച്ച് കിടക്കണം കേട്ടോ, ഒച്ച ഉണ്ടാക്കരുത്. ഓക്കെ, അവിടെ പോലീസില്ല. ഇവിടെ പോലീസൊക്കെ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുവാണ്. നമുക്ക് പതുക്കില്ലേ ബാക്കിലോട്ട് പോകും. ഇവിടെ ഡ്രൈവർ മിക്കാൻ ഒച്ചയെടുത്ത് നടന്ന് മുകളിലൊരു പോലീസ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നൈസായിട്ട് ഈ വഴി കയറി നോക്കാം. ഡ്രൈവർ വന്നം നിർബന്ധമില്ല, വരെയാണെങ്കിൽ പതുക്കെ വരണം. അതെൻ്റെ ദൈവം, ഈ നാട്ടുകാരെ മൊത്തം അറിയിക്കും അയാൾ.
ഇവിടെ നിന്ന് എങ്ങാനും ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് ഉറപ്പാണ് നമ്മളെ കയറി അടിക്കും. അതിനു മുമ്പ് ഇവിടെ ഒരു പോലീസുകാർ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി, ദൂരെ ഞാൻ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഉറപ്പില്ല. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഓക്കെ ഗൈസ്, അവിടെ പോലീസ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നൈസായിട്ട് അടിക്കുക പുള്ളീനെ. ഇയാൾ നശിപ്പിക്കും. ഒരു സ്റ്റെൽത്തായിട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ടോർച്ച് അടിച്ചുകൊണ്ട് പോകണം. ഇവൻ ആൾ കൊള്ളാലോ. ഓക്കെ, നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ പോലീസിൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ കൈസ് നമ്മൾ ഇവിടെ ഇരിക്കണ കോപ്പിന് എന്തായാലും തീർത്തിട്ടുണ്ട് കൈസ്. ഇപ്പോൾ ട്രാഫിക്കൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ. ഓക്കെ, ഇവിടെ ഒരു ഇതായിരുന്നു സ്നൈപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും താഴോട്ടിനെ പോവാം ഗൈസ്, ബിക്കോസ് ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നേരെ കയറി മിക്കവാറും അടിക്കേണ്ടി വരും. ബിക്കോസ് ആ സൈഡിലും എല്ലാ സൈഡിലും ഫുള്ള് കോപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു റിസ്ക്കാണ്. നോക്കാം എന്തായാലും നമുക്ക്. ഓക്കെ, നമുക്ക് ടോർച്ച് ഉണ്ട് എൻ്റെ പൊന്ന്. ഓക്കെ, ഇയാളും ഫുള്ള് സീനാണല്ലോ. അല്ലാതെ ഈ ടോർച്ച് വെച്ചാണ് ഈ പൊട്ടം നടക്കുന്നത്. മിക്കവാറും നമുക്ക് അടി കൊള്ളും ഗൈസ്, എനിക്ക് അങ്ങനെ തോന്നണം. മിക്കവാറും നമുക്ക് അടി കൊള്ളാൻ പോവുകയാണ്. ഇയാൾ ഈ ടോർച്ച് കളയാനുള്ള. എന്തായാലും താഴോട്ടിറങ്ങാം. ഓക്കെ, പോലീസ് കയറി വരുന്നുണ്ട്. അടിച്ചിട്ടേ വരൂടെ ഗൈസ്. പോലീസ് നൈസായിട്ട് കയറി വരുന്നുണ്ട്. ഒച്ച കേട്ടിട്ട് എന്തോ കയറി വരുന്നതാണ്. നമുക്ക് എന്തായാലും തോക്കെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും അടി കൊള്ളേണ്ടി വരും. ഓക്കെ, എൻ്റെ മോനെ ഇനിയിപ്പോൾ എന്തായാലും അടി കൊടുത്തിട്ടുണ്ട് കാര്യം, വേറെ വഴിയില്ല. ഓക്കെ, എവിടെ നിന്നൊക്കെയോ അടി വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടി തുടങ്ങി. ആ പോലീസുകാരൻ കറക്റ്റ് വന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് ഉള്ള ആൾക്കാരാണല്ലോ. എൻ്റെ മോനെ, ഇവിടെ വന്നവരും ഓരോന്ന് വെച്ച് തീർക്കാം. ഒരാളും കൂടി വേണമായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര വരുന്നു. എൻ്റെ മോനെ, ട്രവർ തീർന്നു. പണി പാളി ട്രവർ കയറി പണി. ഒന്നിവിടെ നിന്ന് കഴിഞ്ഞാൽ അടിച്ചിടുവന്മാർ. കറങ്ങി വരണം. എൻ്റെ മോനെ, ഫുള്ള് ഗാർഡ്സായി. ഇവിടെ എടുത്താം. കയറടിച്ചോ. ഇതൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ വഴി ഇങ്ങോട്ട് കയറണം. ബിക്കോസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയാലോ അവൻ അടിക്കാൻ പറ്റുള്ളൂ. അല്ല, ഹെഡ് ഷോട്ട് മാത്രം അടിക്കണം നമ്മൾ. റീലോഡ് കയറി. എൻ്റെ മുമ്പിൽ നിന്നും മനുണ്ട്. ഓക്കെ, പണി ട്രവറെ വന്നോ. ഇനി അവിടെ നിന്ന് അടുത്തടിയുള്ളൂ. ഇത് നമ്മൾ ഓക്കെ, പോലീസിൻ്റെ അടുത്താണ് നമ്മൾ കളിക്കാൻ നിന്നത്. നമ്മുടെ ഭാഗം തെറ്റുണ്ട്. ട്രവർ കയറി കറങ്ങിപ്പോ. ഈ വണ്ടി രക്ഷയില്ലട്ടെ. ഏത് ഘട്ടത്തിലും വണ്ടി സുഖമായിട്ട് പോകുന്നുണ്ട്. നമുക്കെന്തായാലും അകത്തോട്ട് കയറേണ്ടി വരും, അല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്കെന്തായാലും ഇവിടെ ഇട്ടടിക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, അതടിച്ചു. ഈ വണ്ടിയുടെ കാര്യം പോക്കാം, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അതടിച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ആൾക്കാരായിട്ടോ, നമ്മൾ വിചാരിച്ച പോലെയല്ല. ഓക്കെ, അതടിച്ച്. ഓക്കെ, ഈ സൈഡൊക്കെ ക്ലിയറാണ്. ഇതാരാ? ഓക്കെ, നമുക്ക് ഞാൻ അകത്തോട്ട് കയറേണ്ടി വരുന്ന തോന്നണം. മിക്കവാറും അകത്തോട്ട് കയറണം. ഇതൊക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മൾ അടിച്ചിടേണ്ട കൈസ്. നമ്മൾ ഇതിപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയായി. എല്ലാം കറക്റ്റായിട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ആ മോളിൽ കൂടെ കയറി വന്നത്. ഓക്കെ, ഇനി മുമ്പിൽ കൂടെ പോവാം കൈസ്, അല്ലാണ്ട് വേറെ വഴിയില്ല. ബാക്കിൽ കൂടെ കയറി അടിക്കുക. ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. റെഡും വണ്ടിയുടെ ലൈറ്റൊക്കെ ഓക്കെ, അതടിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ്. ഓക്കെ, അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രവർ നൈസായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ്.
ഇവിടെ രാത്രി ആയതിൻ്റെ ഒരു ഗുണം വേറെ ഉണ്ട് ഗൈസ്. അവൻ നൈസ് നമ്മൾ സ്പോട്ട് ചെയ്യുന്നില്ല അധികം, സ്പോട്ട് ചെയ്യാത്ത. ഓക്കെ ഗൈസ്, അപ്പോൾ അത് തീർന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇനിയും വരും, പക്ഷെ നമ്മളെന്തായാലും എസ്കേപ്പ് ഇടും ഗൈസ്. അപ്പോൾ ഇത് അവർക്ക് അറിഞ്ഞുകൂടാ നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന്, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ 100 ലെവൽ വരാത്തത്. നമ്മൾ മിക്കവാറും പുള്ളീനെ രക്ഷപ്പെടുത്തി ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ഫുൾ ആൾക്കാരായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, വേറെ വഴിയില്ല. നമുക്ക് എന്തെങ്കിലും അകത്തോട്ട് കയറാം ഗൈസ്, ഇനി ഒട്ടും വഹിക്കണ്ട. ഡ്രൈവറെ ഒരു കാര്യം ചെയ്യും, പുറത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. നമുക്ക് എന്തെങ്കിലും വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടണം, അല്ലെങ്കിൽ ഈ വണ്ടി ഈ വഴി ഇറക്കാൻ പറ്റുമോ? ഇവിടെ ഇറക്കാൻ പറ്റില്ല. കേസ് പോലീസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് അകത്തോട്ട് വരണം. ഡ്രൈവർ ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. ഫുള്ള് തിരക്കായി പോയിട്ടോ ഗൈസ്, നേരെ അകത്തോട്ട് വരാം. ഗൈസ് നമ്മളത് നൈസായിട്ട് അകത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ആൾ നിൽക്കണം, നേരെ അങ്ങോട്ട് അടിച്ചു തുടങ്ങിക്കുക. ബിക്കോസ് ഓക്കെ എൻ്റെ മോനെ അവിടെ ഒരു കുന്നണക്കിന് പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മുകളിലായിരിക്കും പുള്ളി നിൽക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഇവിടെ ഒരുത്തൻ കിടന്നു ഇടിയിക്കുന്നുണ്ട് കേട്ടോ, അവൻ എന്തായാലും അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുത്തൻ ഓക്കെ അതടിച്ചു. ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടെന്നാണ് തോന്നണത്. ഓക്കെ അതടിച്ചു. എൻ്റെ മോനെ അവിടെ നിന്നൊരു പട തന്നെ വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുണ്ടോ? ഇതിൻ്റെ അകത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ മോനെ ഇതിപ്പോൾ ഇവിടെ നിന്നുണ്ട്. ഇതിപ്പോൾ ഏത് സൈഡിൽ നിന്നാണ് വന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ അതടിച്ചിട്ടുണ്ട്. ഓക്കെ അത് കഴിഞ്ഞു. അല്ലാതെ നമ്മൾ കറക്റ്റ് അടിക്കുന്നുണ്ട്, ഒന്നും മിസ്സാവണല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട്. ഓക്കെ ഇവിടെ ഒന്നും ഇനി ആരുമില്ല, എനിക്ക് വേണം ആ സൈഡാണോ? ഓക്കെ എൻ്റെ മോനെ ഇവിടെ നിൽക്കേണ്ട ആൾക്കാർ. ഓക്കെ അതടിച്ച്. ഓ അവിടെയും ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. ഓക്കെ അതടിച്ചിട്ടുണ്ട്. അവിടെ ഒരു ദിവസം നിൽക്കുന്നുണ്ട്. ഓക്കെ കറക്റ്റ് കവർ എടുത്ത് അടിക്കുന്നുണ്ട്, നമുക്ക് അധികം കൊള്ളാനുള്ള. പക്ഷെ ഓക്കെ അത് കഴിഞ്ഞു. ഓക്കെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ് അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും ഇതിൻ്റെ അകത്ത് ഓക്കെ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ അതും അടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേണം മുകളിലാണെന്ന് തോന്നുന്നു ആളുള്ളത്. ബിക്കോസ് ഇതാരാ പിടിക്കണേ? ഓക്കെ അതും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഷോട്ട് കല്ലക്കൻ ഷോട്ടായിരുന്നു അത്. നമുക്ക് എന്തായാലും ഷോട്ട് ഗണ്ണായിട്ട് പോവാം, ബിക്കോസ് അത് ക്ലോസ് റേഞ്ചിൽ പൊളിക്കും എന്തായാലും. ബെസ്റ്റ് ഇങ്ങനെ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഫ്രാങ്ക്ലിൻ്റെ കാര്യം തീരും. മോനെ അവർ ബോംബ് പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് ബോംബ് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാൻ വഴി കയറാനും പറ്റില്ല. പണി പാളി കഴിച്ചാൽ അതിൻ്റെ മുകളിലാണ് ആളുള്ളത്. നമുക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എന്തായാലും അടിക്കും. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാതെ മാറും. ഓക്കെ കഴിച്ചാൽ അവിടെ കുറച്ച് തീർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് കയറാം. ഓക്കെ 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 അത് കഴിഞ്ഞ് റീലോഡ് ചെയ്ത് പോവാം. ഓക്കെ 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 അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ ആൾക്കാരുണ്ട്. കറക്റ്റ് തീപിടുത്തം വന്ന് നമ്മൾ എങ്ങനെയോ കയറി. ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഗീവ് അപ്പ് എന്തായാലും നടക്കില്ല. വന്ന കാര്യം എന്തായാലും ചെയ്തിട്ട് നമ്മൾ പോകില്ല കൈസ് ഇവിടെ നിന്ന്. ഇതിൻ്റെ മുകളിൽ ഇനി ഉണ്ടോയെന്ന് എനിക്കറിയാം. പൊച്ച കേൾക്കണ്ടുണ്ട്. ഓക്കെ ഞാൻ അടിച്ച് എയറിലിട്ടുണ്ട്. ചത്തില്ല ഞാൻ. പണി പാളി. അവിടെ ഫുള്ള് ആൾക്കാരാണ്. ഓക്കെ അതടിച്ച് നമ്മൾ ഷോട്ടിന് എടുത്ത് വേറെ ഒന്നും കണ്ടല്ലോ, വെറുതെ മിസ്ഫയർ ചെയ്ത് എന്തെങ്കിലും തീപിടുത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ അത് രണ്ടും അടിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് കറക്റ്റാണ് നമ്മൾ അടിക്കണം, ഒന്നും മിസ്സാവണില്ല. നേരെ അവൻ്റെ തലക്കിട്ടൊക്കെ തന്നെ നമ്മൾ കറക്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ നമ്മൾ മുകളിലോട്ട് കയറുന്നു. ഓക്കെ ഇവിടെ എല്ലാവരും തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിരിക്കും ആൾക്കാരുള്ളത്, അപ്പോൾ സൂക്ഷിച്ച് കയറണം. ഓക്കെ എൻ്റെ മോനെ അവനവിടെ പിടിച്ച് നിർത്തിക്കണ്ടോ. ഓക്കെ അതടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കയറി അടിക്കാമെന്നുള്ളൂ, വേറെ ചെയ്യാനില്ല ഗൈസ്. പെട്ടെന്ന് അവർ ഫുള്ളി മഫിൾഡായിട്ട് പുറത്തിടക്കേണ്ടതൊന്നും കേൾക്കണില്ലെന്നാണ് എനിക്ക് തോന്നട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും ഈ സൈഡ് ഓക്കെ
അപ്പം ഇനി കയറി കഴിഞ്ഞിട്ട് രണ്ട് വെടി അങ്ങോട്ടും ഇങ്ങോട്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അതും കഴിഞ്ഞ് നമ്മളെല്ലാത്തിനും തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പം എല്ലാവരും കൊന്നിട്ടുണ്ട്. ഈ പെണ്ണിനെ ഇവിടെ വെച്ചിട്ടാണ് ഇവൻ ഇത്ര നേരം അവർ അറ്റാക്ക് ചെയ്യാതെ പിടിച്ചിരുത്തിയത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ലിയോ. അപ്പോൾ ഗൈസ് അവൻ ഫുൾ സെറ്റാണ്. നമുക്കെന്തായാലും പുള്ളി ഫുള്ളി ആംഡ് കേട്ടോ. നമുക്കെന്തായാലും തിരിച്ചു പോവാം. ചിലപ്പോൾ പോലീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പുള്ളിയാണെങ്കിൽ വരുന്നുമില്ല, വന്നോളുമായിരിക്കും. നമുക്കെന്തായാലും താഴോട്ട് പോവാം. ഓക്കെ നമുക്കെന്തായാലും താഴോട്ട് പോവാം. അതെ പുള്ളി ഓടി വരുന്നുണ്ട്. നമുക്കെന്തായാലും വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് വിടണം. ബിക്കോസ് പോലീസ് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരെ മിക്കവാറും അണ്ടർഗ്രൗണ്ട് ബേസിലോട്ടായിരിക്കും ഓടിക്കയറാൻ പോകുന്നത്, വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. പുറത്ത് പോലീസ് ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. നമുക്കെന്തായാലും ചെല്ലുമ്പോൾ അറിയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ താഴോട്ട് എത്തിയിട്ടുണ്ട്. ഇവർ പുറകില്ലേ? ഇവർ ഇത്ര നേരം പുറകെ ഉണ്ടായിരുന്നല്ലോ. ഈ സമയത്ത് എൻ്റെ ഉമ്മാരെ മിസ് ചെയ്തോ? ഇല്ല, വരുന്നുണ്ട്. ഒരുത്തനെത്തി, മറ്റവനെത്തി. രണ്ടുപേരെങ്കിലും തോക്കുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തോക്കൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും പുറത്തോട്ട് ഇറങ്ങാം ഗൈസ്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കിത് പെട്ടെന്ന് ഇറങ്ങും. ഇവിടെ നമുക്ക് ഓൾറെഡി 3 സ്റ്റാർ വന്നിട്ട് പോലീസ് ഉണ്ട്. എന്തായാലും അത് പോകണമെന്നില്ല, സ്റ്റാറൊന്നും കാണാനില്ല. പക്ഷെ നമുക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. എൻ്റെ തീം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പണി പാളി. പൂടെ നടന്നവൻ എന്തി പോയി? അയ്യോ, അവനെ കാണാനില്ല. അവൻ അവിടെ തന്നെ നിൽക്കുക. നമുക്കെന്തായാലും വണ്ടി എടുത്തുകൊണ്ട് തന്നെ. വണ്ടി എവിടെ ഇട്ടതെന്ന് മറന്നു പോയില്ല ഗൈസ്. ഓക്കെ, വണ്ടി ബാക്കിലാണ് ഇട്ടത്. ഓക്കെ, പോലീസ് വന്നതിനും പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വരണം, എന്നാലേ നമുക്ക് ഓടി കയറാൻ പറ്റുള്ളൂ. എൻ്റെ അവൻ സ്പോട്ട് ചെയ്തിട്ടില്ല. തേ കിടക്കുന്ന വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വിടാം, സീനൊന്നുമില്ല. ഇത് ഫുള്ളി ബുള്ളറ്റ് പ്രൂഫാണ്. പിന്നെ കൂടാതെ ട്രാക്കറും ഇല്ല. നമ്മൾ നേരെ ഓടിച്ച് കടിക്കാൻ പോകുന്നത് നമ്മുടെ ഹൈഡ് ഔട്ടിലോട്ടാണ്. അവിടെ നിന്ന് ട്രവർ പെട്ടെന്ന് കയറി. ഇവന് കാണാം. ട്രവർ കയറി. ദൈവം കറക്റ്റ് വരുന്നുണ്ട്. കയറി. എൻ്റെ മോനെ, ഈ വഴി എന്തായാലും പോകാൻ പറ്റില്ല. ആ വഴി തന്നെ പോകണം ഗൈസ്. ഈ വഴി ഫുള്ളി ലോക്ക്ഡൗൺ. ഇവിടെ ഫുള്ള് ബോഡി. എന്താ അടിപൊളി. ഈ വണ്ടി ഫുള്ളി ഈ ബോഡീസിലൊക്കെ കയറിയിട്ട് കറക്റ്റ് അങ്ങോട്ട് പോകണില്ല. ട്രാക്ഷൻ കിട്ടണല്ലോ വണ്ടിക്ക്. എൻ്റെ മോനെ, പണി പാളി. വേറെ വഴിയില്ലായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ഈ പുറകെയുള്ള സ്റ്റോപ്പർ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ബിക്കോസ് സ്റ്റോപ്പർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ബിക്കോസ് അതൊരു പ്രശ്നമാണ്. ഒന്ന് വളച്ചെടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല അവിടെ. ബിക്കോസ് വണ്ടി ഇത്തിരി ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറാം, അല്ലാണ്ട് വേറെ വഴിയില്ല. പോലീസുകാർ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അതങ്ങോട്ട് പോയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ എസ്കേപ്പ് ചെയ്തിട്ടോ. നമുക്ക് എന്തായാലും ഈ റൈറ്റ് എടുത്ത് കയറാം. അവിടെ നിന്നൊക്കെ കോപ്സ് വരുന്നുണ്ട്. ഓക്കെ നമ്മൾ എൻ്റെ മോനെ നേരെ അവിടെ ചെന്ന് ഇടിച്ച്. ഓക്കെ, അത് കഴിഞ്ഞ് പോലീസുകാർ അവിടെ തന്നെ നിൽക്കണ്ടല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ട് വേറെ ലൈറ്റ് ഓഫ് ചെയ്ത്. ഓക്കെ, കറക്റ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. കറക്റ്റാണ് നമ്മൾ രക്ഷപ്പെട്ടെ. ഈ ഡോർ എന്തായാലും നമുക്ക് വേണ്ടി മാത്രം തുറക്കുള്ളൂ, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഗൈസ്. നമ്മൾ കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡെവിൻ വെസ്റ്റണും ലെസ്റ്ററും എല്ലാവരും ഉണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. എന്നിട്ട് സംഭവം സെറ്റായിരുന്നു. ഇത്തിരി ഹാർഡായിരുന്നെങ്കിൽ നമ്മൾ നടത്തിയെടുത്തു ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും നമ്മുടെ പുതിയ മഹീന്ദ്രയുടെ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അതവിടെ പോയാവോ ഗൈസ്? അപ്പോൾ എല്ലാവരും ഉണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് ഈ സ്റ്റാറൊക്കെ അങ്ങോട്ട് പോയിക്കോളും ഗൈസ്. അപ്പോൾ സ്റ്റാറൊക്കെ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് ഓക്കെ ഗൈസ്. സ്റ്റാറൊക്കെ അങ്ങോട്ട് പതുക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ലെസ്റ്ററിൻ്റെ സംസാരിച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് പോവാം. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഡീൽ ചെയ്തോട്ടെ, നമുക്കറിയേണ്ട കാര്യമില്ല. ഹലോ സാർ, അപ്പോൾ ഇത് പറഞ്ഞ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിനോട് ആക്കിയിട്ട് നമ്മൾ ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ വരാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. അവിടെ നിന്ന് ഏത് വണ്ടി വേണമെങ്കിലും എടുത്തോ, ആ ഔഡി എടുക്കണ്ട. ബിക്കോസ് ഔഡി ഓൾറെഡി വന്നിട്ടാണ്. ബിക്കോസ് പോലീസ് ഇതിപ്പോൾ സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ടാവും അതെടുത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഈ 3 ഏതെങ്കിലും ഒരു എടുത്തിനോട് പോവാം. ഇതിൽ ഓടി കൊള്ളോട്ടെ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വണ്ടിയായിരുന്നു. നമുക്ക് എന്തായാലും ഈ റേഞ്ച് റോവർ എടുത്തല്ലേ ഗൈസ്. എനിക്ക് ഈ റേഞ്ച് റോവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടിലും വീലും റെഡ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഇതെന്തായാലും എടുക്കാം. അത് നേരെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ പോവാം ഗൈസ്. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ സെറ്റ് ചെയ്യുക. ഇതിലെ ശബ്ദമൊക്കെ ഉണ്ടായി. എൻ്റെ മോനെ നല്ല പവർഫുള്ളാണ് വണ്ടി. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറക്കാം.
ഓ ഇതെന്തോ ടോപ്പ് മോഡൽ വണ്ടിയാണ് കേട്ടോ പുള്ളിയുടെ. ലെസ്റ്ററിൻ്റെ എന്തോ സ്പെഷ്യൽ കളക്ഷനാണ്. ഓ ഡോർ തുറന്നുണ്ടോ? തടയാണല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ ഇതപ്പോൾ അടഞ്ഞിട്ടുണ്ട്. സേഫാണ്. കറൻ്റ് നമ്മളിപ്പോൾ സേഫാണ് ഗൈസ്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല ഗൈസ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ പോലത്തെ സ്റ്റോറി വീഡിയോസ് ഇതിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ മറ്റേ ചാനലിൽ നമ്മൾ മോഡ് വീഡിയോസ് ആയിരിക്കും മെയിൻലി വരാൻ പോകുന്നത്. അപ്പോൾ അതെന്തായാലും വെയിറ്റ് ചെയ്യുക. അടിപൊളി കുറേ കമൻസൊക്കെ ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ഗൈസ് ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.